നമസ്കാരം. നമ്മളെ ഏറ്റവും പുതിയൊരു വിവരം കിട്ടിയത് പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കണ്ടാമ്പ്ര സ്ഥാനമുണ്ട്. ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി നശിപ്പിച്ച വീണ ജോർജിനെതിരെ നമ്മുടെ ഇപ്പോൾ ഏറ്റവും വിവാദ നായകൻ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത. എന്താണ് അങ്ങേക്കുള്ള വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടം ആറന്മുള മത്സരിക്കുക എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട അടൂരും അതിൽ ആ വിഭാഗത്തിൽ സ്വന്തം നാടുകൂടിയുണ്ട് രാഹുലിൻ്റെ. പിന്നെ രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ്റെ കൂടെയുള്ളതിൽ കാപട്യത്തിൻ്റെ മുഖം എന്ന്. ഇപ്പോൾ ശിവൻകുട്ടിയെ കാപട്യത്തിൻ്റെ മുഖം എന്ന് പറയുമ്പോൾ ശിവൻകുട്ടി എന്താണോ ആ രീതിയിലാണ് നിൽക്കുന്നത്. വീണ ജോർജ് നേരെ മറിച്ച അത് മാന്യമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുക, എന്നാൽ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ ഒരു കാപട്യത്തിൻ്റെ മുഖമുണ്ട്. യമമണിയെ പോലെ നമുക്ക് മനസ്സിലാവും, ആരാന്ന് മനസ്സിലാവും. ഞാൻ കുഴലൂത്തുകാരി എന്ന് പറയാം. കുഴലൂത്ത് എന്ന് പറഞ്ഞാൽ സ്തുതി പാടി കാര്യം നേടുന്ന ആള്. അതല്ല, സുഖിപ്പിക്കുക. അവരെയല്ലേ കുറ്റം പറയേണ്ടത്, ഈ കുഴലൂത്തിന് വീഴുന്ന പിണറായിയെ കുറ്റം പറയാം. അത് ശരിയായിരിക്കാം, പക്ഷേ അതിനൊരാളെ വേണ്ടേ? അതെ, അതിനെ പറ്റിയ ഒരാളെ കിട്ടണ്ടേ? അത് കാരണഭൂതം എന്നൊക്കെ പറയുമ്പോൾ ആസ്വദിക്കുന്ന പിണറായി, ആ പിണറായിയാണെന്ന് CPM ഈ ലെവലിൽ കൊണ്ട് എത്തിച്ച മൊത്തത്തിൽ. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട പറയുമ്പോൾ പത്തനംതിട്ട 5 നിയോജകമണ്ഡലം മുഴുവൻ കോൺസ്റ്റിറ്റ്യുവൻസിയിലും UDF അടിപതറിയതാണ്. പത്തനംതിട്ടയാണ് പ്രധാനപ്പെട്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റും UDF LDF-നായിരുന്നു. അവിടെ അടൂർ പ്രകാശ് പാർലമെന്റിലേക്ക് ജയിച്ചു പോയി. കോന്നി അത് അടൂർ പ്രകാശ് പോയപ്പോൾ കോന്നി പോയി. ഒന്നും അല്ലാതെ കേരള കോൺഗ്രസോടോ എന്ന് ചോദിച്ചു. പ്രമോദ് ആരാണ്? അത് മാത്രമേ ഇപ്പം ജോസ് കെ മാണിയുടെ കൂടെയുള്ളൂ. ആ പുള്ളി മാത്രം മാറിപ്പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടം എന്തിന് പത്തനംതിട്ടയിലേക്ക് അല്ലെ ആറന്മുളയിലേക്ക് മത്സരിക്കാൻ വരുന്നു? ഇപ്പോൾ അടൂർ SC/ST സീറ്റാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ മത്സരിക്കാൻ വരുന്നു. ആ ചാൻസ് ഇല്ലാതെ ആറന്മുളയിൽ എന്തിനു മത്സരിക്കാൻ പറ്റും? അപ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് മറ്റാരുമല്ല, വീണ ജോർജാണ്. വീണ ജോർജിനെ നിലക്ക് നിർത്തല്ല, വീണ ജോർജ് എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക. മിനിമം അത് മാത്രം മതി. അത് മാത്രം മതി. അപ്പോൾ വീണ ജോർജ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല നേതാവ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു വിഷയത്തിൽ സതീശൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടോ? സതീശന്റെ ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തുള്ള ഒരാള് വീണ ജോർജാണ്. സതീശന് അവമാനിക്കത്തക്ക രീതിയിൽ അവമാനിച്ചു. പിണറായി വിജയന്റെ ഒപ്പം കയറുന്ന നിയമസഭയിലൊക്കെ സംസാരിച്ച് ഇയാൾക്കെതിരായിട്ട് എന്ത് വൃത്തികേടും പറയുന്ന ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെ VD സതീശനെ പോലെയുള്ള അറിവും വിവരവുമുള്ള എന്ത് കാര്യങ്ങളും ഓൺ ദ സ്പോട്ട് കാര്യങ്ങൾ കണക്ക് തീർത്ത് പറയുന്ന. അല്ലെ, പിണറായി വിജയന്റെ ഒരു സ്റ്റൈല് വൻ മഹാഭാരതത്തിൽ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മരെ തോൽപ്പിച്ച കഥയുണ്ട്. ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിയാണ്. അത് കറക്റ്റാണ് പറഞ്ഞത് പിണറായി വിജയൻ. അതായത് പിണറായി വിജയൻ ക്രൈമിനെതിരെ യുദ്ധം ചെയ്തത് എങ്ങനെയാണ്? വീണ ജോർജ് എന്ന് പറയുന്ന എന്തിനും തയ്യാറായി നിൽക്കുന്ന ആളെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി എൻ്റെ പേര് കള്ളപ്പരാതി കൊടുത്ത് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യിച്ചിട്ട് ആണ്. അതിൻ്റെ അകത്ത് അവരെക്കുറിച്ചൊരു ഇന്ത്യ അടുത്ത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞതിനാണ് അതിൻ്റെ അടുത്തൊരു കത്ത് വരികയാണ്. വീണ ജോർജിനെ കുറിച്ച് ചൂടൻ സാധനം എൻ്റെ കൈവശമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പി വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അത് എന്നെ കൊടുക്കാൻ വേണ്ടി വീണ ജോർജ് ചെയ്ത പരിപാടി എന്ന് കണ്ടപ്പോൾ കത്ത് വന്നത് വീണ ജോർജിൻ്റെ അറിവോടുകൂടി എനിക്ക് മനസ്സിലായി പിണറായി വിജയൻ എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്ന വിവരമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു വീഡിയോ ചെയ്തു. എൻ്റെ കൈവശം അങ്ങനത്തെ സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്. സാധനം ഉണ്ടായിരിക്കാവുന്നൊരു തോന്നൽ നാട്ടുകാർക്ക് ഉണ്ടായി. അല്ല, അത് എൻ്റെ അടുത്തൊരു സാധനം എത്തിച്ചിരുന്നു. അതായിട്ട് ഞാൻ ഓപ്പൺ ചെയ്തില്ല. അത് വീണ ജോർജ് അറിയാതെ എത്തിക്കില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അത് എൻ്റെ ഓഫീസിൽ കമ്പ്യൂട്ടർ തുറന്നിട്ട് ഞാൻ കുടുങ്ങും. അത് കൃത്യമാക്കി ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തു, ഇവരെന്താ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കൈവശം അങ്ങനെ സാധനം ഇല്ല പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അത്ര ചൂടനൊന്നും എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിന്റെ പേരിൽ കേസ് എടുത്തു. IT Act 67 ഓപ്പൺ ചെയ്തിട്ട് പോലില്ല. അല്ല, നമ്മൾ ആ സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്തോ ഇല്ല എന്നൊക്കെ സെക്കൻഡറി അതൊക്കെ കഥകൾ പിന്നെ വരുന്നുണ്ട്, അതിന്റെ യഥാർത്ഥ കഥയൊക്കെ. അപ്പം എൻ്റെ പേരിൽ എടുക്കണമെങ്കിൽ പിണറായി വിജയൻ വീണ ജോർജിനെ ഇറക്കിയത് എന്തിനും തയ്യാറായിട്ടുള്ള ഒരാളാണ്. കാരണം സ്ത്രീയെ മുന്നിൽ വെച്ചാൽ എന്നെ കൊടുക്കാൻ എളുപ്പമല്ലേ. അങ്ങനെ കണ്ടാംബറസ് ആയിട്ട് പ്രവർത്തിച്ച ഒരു ലേഡിയാണ്. മുമ്പ് പത്രപ്രവർത്തക എന്നൊക്കെ പേരുണ്ടായിരുന്നു. അതിന്റെ ക്വാളിറ്റിയും കാണിക്കല്ലോ. ആരോഗ്യ വകുപ്പ് കിട്ടിയ ആ ശൈലജ ടീച്ചർ എങ്ങനെയും കൊണ്ട് നടന്നോളായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ അവരൊരു ഏബിളായ ഒരു നേതാവായിരുന്നു, മന്ത്രിയായിരുന്നു. അല്ല, അത് ഒരു കഴിവും ഇല്ലാത്ത വെള്ളിയും വെള്ളിയാഴ്ച ഒന്നും ഇല്ലാത്ത ആരാണ്
വീണ ജോർജിനെ കൊണ്ട് മന്ത്രിയാക്കി പിണറായി വിജയനെ കുഴലൂത്ത് നടത്തി എന്നല്ല എന്താണുള്ളത്? അവർ ഈ ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞതൊക്കെ നശിപ്പിച്ചില്ലേ? ഏറ്റവും കമ്മീഷൻ അടിച്ചു മാറ്റുകയാണ് പരിപാടി. ഓരോ ശനിയും ഞായറും ഈ മരുന്ന് കമ്പനികളായിട്ട് പഴയ മരുന്നുകൾ ഇറക്കുമതി ചെയ്യുക, അതേപോലെ എക്യുപ്മെന്റ്സ് ഇറക്കുമതി ചെയ്യുക. 1,00,000 കോടിയുടെ ഇടപാടുണ്ടെന്നാ പറയുന്ന ഒരു കൊല്ലം. 1000 വയലിൽ മതിയെങ്കിൽ 1000 കിലോയുടെ മരുന്ന് മതി എന്നുണ്ടെങ്കിൽ ഒരു 10,000 കിലോ ഓർഡർ അതെ, അതിനകത്ത് പഴയ സാധനം കൂടി എടുക്കും. ആര് ചോദിക്കാൻ? മെഡിക്കൽ കോർപ്പറേഷനില്ലേ, അത് ഒഴിക്കാനോ? അതാണ് വലിയ അഴിമതി. അവിടെയും കത്തിപ്പോയി, അവിടെയും തീപിടുത്തമുണ്ടായി. തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മരുന്ന് കത്തിച്ച് നശിപ്പിക്കണമല്ലോ. സ്വപ്ന സുരേഷിന്റെ രേഖകളെല്ലാം കൊണ്ടുവച്ചിരുന്ന സെക്രട്ടേറിയറ്റിലും തീപിടുത്തം ഇവർക്ക് തീപിടുത്തം വലിയ അനുഗ്രഹം. അതുകൊണ്ട് സൂക്ഷിക്കും. അപ്പൊ വീണ ജോർജിനെ ഇപ്പൊ നമ്മൾ അതേപോലെ റെയ്ഡ് എന്ന് പറയുന്ന എന്താണ്, പിണറായിന്റെ സാധനം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവിടെ റെയ്ഡ് നടന്നു. അപ്പം ഈ വീണ ജോർജ് എന്ന് പറയുന്നത് കേരളം കണ്ട അധമയായ ഒരു ആരോഗ്യമന്ത്രിയാണ്. കാരണം പാവപ്പെട്ട രോഗികളെ കൊന്നു കൊല വിളിച്ച അവിടെ ഒരു ഹോസ്പിറ്റൽ പോലും കൃത്യമായി ചികിത്സയില്ല. ഏറ്റവും കൂടുതലുള്ള ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലടക്കം സുഗമമായിട്ട്. അതിൽപ്പെട്ട CPM-കാരെ ഭംഗിയായിട്ട് നമ്മളെ മന്ത്രി വന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, അത് മാത്രമല്ലല്ലോ, ഇവരുടെ ഹോസ്പിറ്റലാണ് വയറ്റിൽ വീട്ടിൽ ചെല്ലുമ്പോൾ കത്രിക, പഞ്ഞി, ഇതെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒരു ചരിത്രം പറയാം. എൻ്റെ ഫാമിലി 40 ഏക്കർ സ്ഥലം അവിടെ 57 ഈ ഇത് വരാൻ വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ മെഡിക്കൽ സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട്. അവിടെ മലബാറിലെ പാവപ്പെട്ട രോഗികളുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. അവർക്ക് ആശ്വാസം കിട്ടുന്നത്. ഇത് ആർക്ക് വേണ്ടി? ബലാത്സംഗ വീരന്മാരെയാണ് അവിടെ നടന്നത്. കൊലപാതകം നടന്നിരിക്കുന്ന ഓവുചാലിൽ കൊലപാതകം നടന്നിരിക്കുന്ന ബോഡി ഉണ്ട്. ഇതൊന്നും ഇവരറിയുന്നില്ല. ഇവര് എന്ത് പറഞ്ഞാലും റിപ്പോർട്ട് അല്ലല്ല, അവരെ പെയിന്റ് ചെയ്ത് കെട്ടിടം കാണിക്കും, കെട്ടിടം നോക്കാൻ പറയും. അത് കോട്ടയത്ത് വന്നപ്പോൾ അതും പൊളിഞ്ഞു. ഈ കെട്ടിടം കാണിയിൽ കോട്ടയത്ത് പൊളിഞ്ഞ് ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കെട്ടിടം നല്ല പോളിഷ് ചെയ്ത്. അതായത് അവര് ചെയ്യുന്ന എന്താ? റിപ്പോർട്ട് മേടിക്കുക. എന്തിനും റിപ്പോർട്ട് മേടിക്കും. പിന്നെ റിപ്പോർട്ടിനെ പറ്റി മാത്രം അവിടെ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് ഇവിടെ കൊലപാതകം നടന്നിട്ടുണ്ടാവും, ബലാത്സംഗം നടന്നിട്ടുണ്ടാവും, രോഗി മരിച്ചിട്ടുണ്ടാവും. വെറുതെ പറയല്ലോ ചെയ്യുന്നത്. അവർക്കെതിരായിട്ട് ഇങ്ങനെ വരാതെ ഒരു വാചകം കൂടെ അവരാ കൂട്ടത്തിൽ ചേർക്കും. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് അതവിടെ ആ കുഴലൂത്ത് അവിടെ കൃത്യമായി നടത്തിയിട്ട് കൃത്യമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന, സെന്റൻസ് ഉപയോഗിച്ചിരിക്കുന്ന വീണ ജോർജ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അവിടെ രാഹുൽ മാങ്കൂട്ടം വരികയാണെങ്കിൽ അത് കേരളത്തിൽ മുഴുവൻ നല്ലൊരു മത്സരമായി മാറും. അവരെ കെട്ടിക്കേണ്ട, ഒരു കെട്ടിവെച്ച പൈസ പോലും കിട്ടാതെ പറഞ്ഞേക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. കൃത്യമായി വീണ ജോർജിനെ പറ്റി പറയാൻ പറ്റുന്ന ആള് ആരാണ്? രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ആള്. കോൺഗ്രസ്സുകാർ ഇപ്പോഴും അവിടുത്തെ അടൂര കോൺഗ്രസ്സുകാർ ഇപ്പോഴും. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അധികം ഒരു 3 ബലാത്സംഗ കേസിലാണ് കുടുക്കിയത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ VD സതീശൻ ചെയ്ത അതാണ് ഏറ്റവും പ്രധാനം. P ശശിയെ പോലുള്ള ആളുകൾക്കെതിരെ കൃത്യമായി പാർട്ടി അന്വേഷണ കമ്മീഷൻ വന്നപ്പോൾ ആ പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ച് P ശശിയെ തൽക്കാലം പുറത്താക്കുകയും പിന്നെ വളഞ്ഞ വഴിയിൽ കൂടെ P ശശിയെ എടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയാരാണ് പിണറായി വിജയൻ. അങ്ങനത്തെ ഒരു പെൺവേട്ടക്കാരൻ അവിടെ ഉള്ളപ്പോൾ ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര ആരോപണങ്ങൾ വന്നപ്പോൾ VD സതീശൻ ചെയ്തെന്താ അറിയും? VD സതീശന് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഞാൻ കേട്ടത് ശരിയാണെന്ന് അറിയത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കേസ് വന്നപ്പം ശശിയായിട്ട് പേഴ്സണലായിട്ട് ശശിയുടെ ദൂതം പോയി ഇത്ര ചെയ്തുള്ളൂ. വേണേ ഒരു 4 എണ്ണം കൂടെ ചെയ്തിട്ട് 3-4 എണ്ണം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർന്നാൽ മതി. ഞങ്ങൾ ചർച്ച നടന്നിട്ടുണ്ട്. എനിക്കറിയാം, രാഹുൽ മാങ്കൂട്ടവുമായി CPM ചർച്ച നടന്നിട്ടുണ്ട്. ഈ ഓഫറാ വെച്ചത്. മാക്സിമം എന്റെ അറിവ് പ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടം സമീപിച്ചിരുന്നു. ഞങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് തരാൻ തയ്യാറാണ്. രാഹുൽ മാങ്കൂട്ടം നിന്നില്ല. കാരണം VD സതീശൻ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നെ പുറത്താക്കിയിട്ട് നീ ഫൈറ്റ് ചെയ്ത് അതൊന്ന് ഊരിപ്പോരണം. അല്ല, നിർണായക സന്ദർഭത്തിൽ സതീശനെ സഹായിക്കുകയും ചെയ്തു. അസംബ്ലിയിൽ നിന്ന് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ആദ്യം രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തു? അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളൊക്കെ തന്നെ കേസ് വരുന്നുള്ള ആർക്കറിയാം? VD സതീശൻ അറിയാം. ഉമ്മൻചാണ്ടിയെ പോലെ അത് ഉപയോഗിക്കാൻ CPM-ന് കഴിയരുത്, UDF-ന് LDF-ന് കഴിയരുത്. അപ്പൊ എന്ത് ചെയ്യണം? പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി സസ്പെൻഡ് ചെയ്തു, പുറത്താക്കി. അപ്പൊ എന്തായി? ഞങ്ങളെ പാർട്ടിയിൽ അങ്ങനത്തെ ഒരാളെ ആരോപണം വന്നപ്പോൾ തന്നെ പുറത്താക്കി. അല്ല, പാർട്ടി ഫയർ മാറ്റി നിർത്തി. അതെ. ഇപ്പൊ എന്താ? കേസ് വന്നു. കേസ് വന്നപ്പോൾ 3 കേസിലും ഹൈക്കോടതി, സുപ്രീം കോടതി അടക്കം വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഈ കേസ് നിൽക്കില്ല. ഇപ്പൊ ലാസ്റ്റ് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്.
അടുത്ത 4ാമത്തെ കേസായിട്ട് കാണിക്കുന്നത് അരുൺകുമാർ സ്ത്രീയുടെ വേഷമൊക്കെ കെട്ടി രാഹുലിനെ വശീകരിക്കാൻ റിപ്പോർട്ടറുണ്ട്. വേറെ ആരും കിട്ടുന്നില്ല, 10-15 പേരുണ്ടെന്നല്ലേ പറഞ്ഞേ. അരുൺകുമാർ തന്നെ വേഷം കെട്ടി എന്നെ പെടുത്തി. അതാണ് ഇവിടെ നടക്കുന്ന സംഭവം. ഇതിന് നമ്മളെ വീണ ജോർജ് അവിടെ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ ഈ വരുന്നു പറയുമ്പോൾ വീണ ജോർജ് ഏതെങ്കിലും പരാതി കൊണ്ടുവരാതിരിക്കില്ല. വീണ ജോർജ് എന്റെ പേരിൽ കള്ളപ്പരാതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും കള്ളപ്പരാതി. കാലപരിധി ഇല്ലാത്തപ്പം ഈ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ എന്തെല്ലാം പ്രേമ 1, 2, 3, 4 എത്രയോ. രാഹുൽ മാങ്കൂട്ടം അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പാഠം പഠിച്ചിട്ടുണ്ടാവും. അത് പാഠം പഠിപ്പിക്കാൻ തന്നെയാണ്. അല്ല, അങ്ങനെ തെറ്റുകൾ തിരുത്തി വരുന്നവരോളം കരുത്ത് വേറെ ആർക്കും കാണില്ല. അയാൾ തെറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് VD സതീശൻ ഒന്നാമത് ഉദ്ദേശിച്ചത്. 2, ഇത് CPM ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് അറിയാം. അതെന്ത് ചെയ്തു? പാർട്ടിക്ക് ദോഷം ഉണ്ടാവരുത്, കോൺഗ്രസിനെ രക്ഷിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കണം. രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തു? അതിലെ നിയമ പോരാട്ടത്തിലൂടെ അത് വിജയിച്ചു വരണം എന്നുള്ള അദ്ദേഹം മുമ്പത്തേക്കാൾ ശക്തമായി. അല്ല, അതല്ല, VD സതീശൻ്റെ ഒരു ടെസ്റ്റ് കേസായിട്ട് പാലക്കാടൊക്കെ രാഹുൽ പോകുമ്പോൾ അവിടെ ജനങ്ങൾ എങ്ങനെയാണ് അയാളെ സ്വീകരിക്കണമെന്ന് വാച്ച് ചെയ്യായിരുന്നു. നിർണായക സന്ദർഭത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന നീക്കം വന്നപ്പം അതിന് ഞങ്ങൾ കൂട്ടു നിൽക്കില്ലെന്നും പറഞ്ഞു. നിയമപരമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അങ്ങനെയാണ് ആദ്യം പുറത്താക്കേണ്ട ഗണേശൻ, 2 മുകേഷ്. അത് ആദ്യം പുറത്താക്ക്, എന്നിട്ട് കാണിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇദ്ദേഹം കുറ്റവാളിയാണെന്ന് കോടതി വിധിച്ചിട്ടില്ല. കോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇത് ഹൈക്കോടതി അടക്കം പറയാണ്, സുപ്രീം കോടതി പറയാണ് ഇദ്ദേഹം കുറ്റക്കാരനല്ല, ഇദ്ദേഹം ഈ കേസ് നിൽക്കില്ല, ഇത് കെട്ടിച്ചമച്ച കേസാണ്, പരാതിക്കാരിയുടെ പരാതി തന്നെ നിലനിൽക്കില്ല. 2, അറസ്റ്റ് ചെയ്ത രീതി. 3ാമത് ആ കേസ് ബലാത്സംഗം എന്നുള്ളത് കണക്കിൽ പെടുകയില്ല. അവള് ഇവന്റെ വഴിയിൽ നടന്നിട്ട് ഒന്ന് വാ എന്നിട്ട് ഹോട്ടൽ മുറിയിൽ എത്തിച്ചാണ്. അങ്ങനെയല്ല അവസാനം ഫ്ലാറ്റിൽ 3 ദിവസം കഴിയണം എന്ന് പറഞ്ഞിട്ട് 3 മണിക്കൂർ കഴിയണം. ചില സിനിമയിൽ ജഗതിയൊക്കെ വണ്ടിയുടെ മുമ്പിൽ ചാടിട്ട് കാശ് ചോദിക്കില്ലേ, സ്വയം ചാടുക. അതുപോലെയാണ് ഈ പെണ്ണുങ്ങൾ സ്വയം ചെന്ന് നിന്ന് കൊടുത്തിട്ട് പിന്നെ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ 2 തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആനുകൂല്യം കിട്ടിയിരിക്കണം. ഒന്ന്, അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും നിയമപരമായിട്ട് യാതൊരു തെറ്റുമില്ല എന്നുള്ളത് സ്ത്രീകളാണ് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത്. 2ാമത് സഹതാപം. ഈ ഇദ്ദേഹത്തോട് കാണിച്ച ക്രൂരത, ഇയാളോട് മാത്രം, ബാക്കി എല്ലാവരും രക്ഷപ്പെടുത്തി പിണറായി വിജയൻ P ശശിനെ അവിടെ ഇരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ കൈവശമുള്ള ആ റിപ്പോർട്ട് ഇപ്പം പോലീസിന് കൊടുത്താൽ P ശശിന് അകത്താണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഒരു MLA യുടെ മകളെ, സ്വന്തം MLA യുടെ മകളെയാണ് കയറി പിടിച്ചത്. എവിടെ വെച്ചിട്ട്? പാർട്ടി ഓഫീസിൽ വെച്ച്. കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി ആയിരിക്കുമാണ് CKP പത്മനാഭൻ എന്ന് പറയുന്ന ബഹുമാന്യനായ ഒരു മനുഷ്യനെ, സ്വാത്വികനായ ഒരു MLA യുടെ മകളെ കയറി പിടിച്ചത്. പിന്നെ ഉന്നത പോലീസ് അങ്ങനെ പലരും. അത് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ പറയാലോ, P ശശിയുടെ നല്ല ചൂടൻ സാധനങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥകളായിട്ടും രാഷ്ട്രീയ നേതാക്കളുമായിട്ടും എന്തെങ്കിലും സിനിമാ നടിയായിട്ട് പോലുള്ള സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്തത് എവിടെന്ന് അറിയോ? അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടാണ്. അത് എൻ്റെ കൈവശമുള്ള പിടിക്കാൻ വേണ്ടി അർദ്ധരാത്രി എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് എടുത്തുകൊണ്ടുപോയത്. 99 അർദ്ധരാത്രി, ജൂൺ 30 അർദ്ധരാത്രി എൻ്റെ ഓഫീസ് 1 മണിക്കാണ് റെയ്ഡ് ചെയ്യുന്നത്. ഈ അടിയന്തരാവസ്ഥയെ പറ്റിയൊക്കെ വാദോരത പറയുന്ന ആൾക്കാരാണ് എൻ്റെ ഓഫീസ് അർദ്ധരാത്രി റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത്. ഇത് നമുക്ക് വീണ ജോർജിനെ എവിടെ ഉപേക്ഷിക്കണം? അപ്പം വീണ ജോർജ് അതിനെതിരെ നിൽക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് മത്സരിക്കാൻ പറ്റുമെങ്കിൽ വീണ ജോർജ് ഇവിടെ കാണും. വീണ ജോർജ് അവിടെ നിൽക്കോ ഇല്ലേ എന്നുള്ളത് 2ാമത്തെ കാര്യം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ ജോർജ് അവിടെ നിൽക്കാൻ യാതൊരു സാധ്യതയില്ല. പിണറായി വിജയൻ ചിലപ്പം ശൈലജ ടീച്ചർ മാറ്റിയിട്ട് അവിടെ സീറ്റ്, അതായത് മട്ടന്നൂർ വേണമെങ്കിലും റിയാസിനെക്കാളും പ്രാധാന്യം ആര് കൊടുക്കും? വീണ ജോർജിന് കൊടുക്കും. കപ്പലും മുങ്ങുന്ന കപ്പലും നയിക്കുന്ന കപ്പിത്താനല്ലേ, അതുകൊണ്ട് മുങ്ങില്ല എന്നല്ലേ പറഞ്ഞേ. വീണ ജോർജ് എവിടെ മത്സരിക്കുന്നുള്ളതാണ്. മട്ടന്നൂര് പോട്ടെ, മട്ടന്നൂര് പോയ പിണറായി വിജയൻ അത്യാവശ്യം കൊണ്ടുപോകും. ധർമ്മടം രക്ഷയില്ല പിണറായി വിജയൻ നോക്കി വെച്ചിരിക്കുന്ന. അല്ല, തലശ്ശേരി കൊണ്ടുകൊടുക്കാം. ഷംസീർ അവിടെ ഓട്ടിക്കും. ഷംസീറിനെ ഓടിച്ചിട്ട് തലശ്ശേരി CPM ജയിക്കാമെന്ന് വിചാരിക്കണം. ഓടിക്കാൻ പറ്റും. തിരിച്ചു കുത്തോ? അല്ല, അവിടെ കണ്ണൂർ റാലി, അല്ല തലശ്ശേരിയിലെ റാലി എന്ന് പറഞ്ഞാൽ ഭയങ്കര റാലി. എന്താ റാലി! സുധാകരനൊക്കെ പ്രസംഗിച്ചേ. അപ്പൊ നമുക്ക് അടുത്ത സ്ഥാനം അതാണ്. ഇപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ആറന്മുളയിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ വരുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. അതിന് VD സതീശന്റെ പിന്തുണയുണ്ട് എന്നുള്ള റിപ്പോർട്ടും കൂടെ പുറത്തു വരികയാണ്. അങ്ങനെയാണ് ചരിത്ര സംഭവമായിരിക്കും. വീണ ജോർജ് എങ്ങനെ എവിടെ ഉണ്ടാവും എന്നുള്ളത് കണ്ടാൽ. ഓക്കെ, നന്ദി, നമസ്കാരം.